സോ ഹലോ ഗായ്സ്, അപ്പോൾ ഇത് വന്നിട്ട് ഒരു പിസ്സ മേക്കിംഗ് വീഡിയോ ആണ്. സോ അതിനായിട്ട് നമ്മളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, പിസ്സയായിട്ട് നമ്മൾ കുറച്ച് മൈദ എടുത്തിരുന്നു. അത് നന്നായിട്ട് നമ്മൾ ഈസ്റ്റ് വെള്ളത്തിൽ കുഴച്ച് ഒരു 4 hours നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലൊരു പ്ലേറ്റിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഇതുപോലൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് പിസ്സ സോസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ബിലോ, ഐ വിൽ ഷെയർ ദ റെസിപ്പി. അതിനുശേഷം നമ്മളത് പരത്തി കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് മോസറല്ല ചീസ് അതിൻ്റെ മുകളിലൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളുടെ കയ്യിലുള്ള വെജീസ് വാട്ട് എവർ യു ഹാവ് യു ക്യാൻ add it on the top. I have added this yellow color capsicum, then green color capsicum. ശേഷം കുറച്ച് അനിയൻസും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഞാൻ കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മഷ്റൂംസ് ഉണ്ടായിരുന്നു, ബട്ടൺ മഷ്റൂമാണ്. അതൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് സാൾട്ടും ചില്ലി പൗഡറും ടർമറിക് പൗഡറും കുറച്ച് ഗരം മസാല ഇട്ടിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താണ്. അപ്പോൾ ഞാൻ കുറച്ച് വെജ് പിസ്സയാണ് ഇവിടെ ട്രൈ ചെയ്യുന്നത്. പക്ഷേ ഇറ്റ്സ് exactly tastes like a non-veg sausage pizza. So you can add if you have sausage pieces you can add that. Okay. അതിനുശേഷം കുറച്ചുകൂടി ഞാൻ നമ്മളുടെ മാർഗരീറ്റ പിസ്സ പോലെ ചെയ്യാനായിരുന്നു. സോ അതുകൊണ്ട് നമുക്ക് ഫുള്ളി ലോഡാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മോസറല്ല ചീസ് കൂടി നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് അതിന് മുകളിലേക്ക് ഇടുകയാണ്. എത്ര ചീസ് ഇടുന്നോ അത്രയും ടേസ്റ്റാണ്. ഇപ്പം നിങ്ങൾക്ക് ചീസ് ഒത്തിരി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ആഡ് ചെയ്യാം. എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ചേറെ ആഡ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് അധികം ചീസ് ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെങ്കിൽ കുറച്ച് ആഡ് ചെയ്താൽ മതി. പക്ഷേ ചീസ് കുറച്ചും കൂടി ഇടുമ്പോഴായിരിക്കും എക്സാക്ട്ലി നമുക്ക് എന്താണ് ആ ഒരു. അപ്പോൾ ഞാൻ ഇച്ചിരി നന്നായിട്ട് ചീസ് നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലാർജ് പീസായിട്ട് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തിടാം. അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെയാണ് ഇടുന്നത്. അപ്പോൾ ഞാനിവിടെ ഓവനിലല്ല, വിത്തൗട്ട് ഓവനാണ് ഞാൻ പിസ്സ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ശേഷം നന്നായിട്ടിട്ട് ഞാൻ കുറച്ച് ഒറിഗാനോസും ചില്ലി ഫ്ലേക്സും കൂടി ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോസ് ഇടുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. പിസ്സ ഒറിഗാനോ ഇല്ലാതെ ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒറിഗാനോ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. എക്സാക്ട്ലി അതുപോലത്തെ ടേസ്റ്റാണ്. ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നിങ്ങൾക്ക് സ്പൈസ് ഇഷ്ടമല്ലെങ്കിൽ അതനുസരിച്ച് ഇട്ടാൽ മതി. അതിന് ശേഷം ഇത് കണ്ടോ, ഒരു ഉരുളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു ഉരുളി, അതിൻ്റെ മുകളിൽ അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. നല്ല വെയിറ്റുള്ള ഒരു കുക്കറിൻ്റെ ബോട്ടവും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നല്ലപോലെ ഒരു 7 minutes നമുക്ക് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ആ ഉരുളിയുടെ ആ അടപ്പ് മാറ്റിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ആ പാത്രം വെച്ച് കൊടുത്തു. അടിയിലൊരു ബേസ് സാധനം നമ്മൾ വെച്ച് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നന്നായിട്ട് അടയ്ക്കണം. ഒരു തരത്തിൽ നമ്മളുടെ എയർ വെളിയിലേക്ക് പോകരുത്. അതിനായിട്ട് നല്ല രീതിയിൽ വെള്ളം നിറച്ചിട്ടാണ് നമ്മൾ ആ കുക്കറിൻ്റെ ബോട്ടം എടുത്ത് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ 15 minute അല്ല 20 minute അത് കുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഒരുപാട് കുക്ക് ചെയ്യണം. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ ഓവൻ വേണമെന്നോ ഒന്നുമില്ല. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ആ കടയിലെ എക്സാക്റ്റ് ടേസ്റ്റിലുള്ള പിസ്സ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുമ്പം എക്സാക്റ്റ് നല്ല സ്മെല്ലായിരുന്നു. എനിക്ക് ഇപ്പോൾ പറയുമ്പോൾ തന്നെ കൊതി വരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമോ, ഞാൻ ഷെയർ ചെയ്യാം എനിക്കറിയാവുന്ന ഐഡിയാസ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഓവൻ ഇല്ല എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും പിസ്സ ഉണ്ടാക്കാതിരിക്കേണ്ട. കുറച്ചുകൂടി ഞാൻ ഒറിഗാനോസ് ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഫ്ലേവർ, അതുകൊണ്ടാണ്. അതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ തട്ടിപ്പറിച്ച് കഴിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ പാത്രം ഖാലിയാക്കി ഞങ്ങൾ. അപ്പോൾ സൂപ്പറായിരുന്നു ടേസ്റ്റൊക്കെ. നല്ല ആ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എക്സാക്റ്റ് ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു എന്തിനാണ് നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്നത്. ഇതെല്ലാം കൂടി എനിക്കൊരു 100 rupees 150 rupeesiനുള്ളിൽ കിട്ടി. പക്ഷേ ഈ സാധനങ്ങൾ അധികം ഇരിപ്പുണ്ട്. ക്യാപ്സിക്കം ആയാലും ചീസ് ആയാലും എല്ലാം ഇനി എക്സ്ട്രാ ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും please do it at home and try this as recipe, and please support our channel, subscribe and please give a like button. ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അതിനൊരു മോട്ടിവേഷൻ കിട്ടുന്നത് നിങ്ങളിലൂടെയാണ്. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും നിങ്ങൾ